ബീജഗണിതം ആൾജിബ്ര എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ഈ വർഷം പഠിക്കാനുണ്ട് അല്ലേ? ആ ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന ചിത്രമായിരിക്കും കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഇത് സംഗതി എന്ന് മനസ്സിലാവാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ്, വേഗം നോക്കിക്കോളുക. ഈ ചിത്രത്തിൽ താഴെ 3 നമ്പറുകൾ തന്നിട്ടുണ്ട്. ബാക്കി കളങ്ങളൊക്കെ ഒഴിഞ്ഞടക്കുവാണ്. അപ്പൊ ഈ ബാക്കിയുള്ള കള്ളികളിൽ ഏത് നമ്പർ വരും നമ്മൾ കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്. ഇവർ രണ്ടുപേരെയും കൂട്ടുക. 10 + 11 21, 11 + 12 23. ഇനി ഏറ്റവും ടോപ്പിൽ എന്ത് ചെയ്യണം? ഇവർ രണ്ടുപേരെയും കൂട്ടണം. 21ഉം 23ഉം എത്ര വരും? 44. കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ നോക്കുന്നത് ഈ മുകളിലുള്ള നമ്പറും ഈ താഴെയുള്ള ഒരു നമ്പറും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്, എന്തോ ഒരു ബന്ധമുണ്ട്. അതെന്താണ്? ഇവിടെ നോക്കി, ഈ മുകളിലുള്ള 44ഉം ഈ താഴെയുള്ള 11ഉം തമ്മിലാണ് ബന്ധം ഇരിക്കുന്നത്. 11ന്റെ 4 മടങ്ങാണ് ഈ 44. ബന്ധം കിട്ടി. ഇനി ഇത് എല്ലായ്പ്പോഴും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ബീജഗണിതം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൾജിബ്ര യൂസ് ചെയ്ത് ഇത് എപ്പോഴും ശരിയാണോ എന്ന് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ നടുവിലെ നമ്പറിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. നടുവിലെ നമ്പറിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് എന്ന് കൊടുക്കുന്നു. ഇനി ഇവിടെ നോക്കി, ഇത് 11 ആണല്ലേ. അടുത്ത നമ്പർ എന്താണ്? 12. 11 എങ്ങനെ 12 ആയി? 11നോട് 1 കൂട്ടി. 11 + 1 12 ആയി. അതേപോലെ ഇവിടെ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? എക്സിനോട് 1 കൂട്ടണം, എക്സ് + 1. ഇനി നോക്കി, ഈ 11 ഇങ്ങോട്ട് പോയപ്പോ എന്തായി? 10 ആയി. 1 കുറഞ്ഞു. 11ൽ നിന്ന് 1 കുറയ്ക്കണം 10 ആവാൻ. അതേപോലെ എക്സിൽ നിന്ന് 1 കുറയ്ക്കണം, എക്സ് - 1 ആവാൻ. കഴിഞ്ഞു. ഇനി ഇവരെ കൂട്ടിയാൽ മതി. ഇവിടെ നോക്കി, എക്സ് - 1 + എക്സ്, ഇവ രണ്ടുപേരെയും നമുക്ക് കൂട്ടണം. ഇവിടെയും എക്സ്, ഇവിടെയും എക്സ്. അപ്പൊ എന്താവും? 2x. പിന്നെ ആരാ ഉള്ളത്? ഒരു -1. കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇവരെ രണ്ടുപേരെയും കൂട്ടണം. ഇവിടെ എക്സ്, എക്സ്, എക്സ്. അപ്പൊ എന്ത് വരും? 2x. പിന്നെ ആരാ ഉള്ളത്? +1. ഇനി അടുത്തത് നമ്മൾ കൂട്ടാൻ പോകുന്നത് ഇവർ രണ്ടുപേരുമാണ്. ഇവിടെ 2x, ഇവിടെയും 2x. 2x + 2x 4x. പിന്നെ ആരാ ഉള്ളത്? ഇവിടെ ഒരു +1ഉം ഒരു -1ഉം. 0 ആയിപ്പോയി. അപ്പൊ ഇതാ കിട്ടി, ആൻസർ കിട്ടി. ഇവിടെ 4x, ഇവിടെ x. അപ്പൊ താഴെയുള്ള നമ്പർ, നടുവിലെ നമ്പർ എക്സ് ആണെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ മുകളിലെ നമ്പർ എന്തായിരിക്കും? 4x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കുഞ്ഞു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. താഴത്തുള്ള നമ്പർ ഇവിടെ 8 ആണെന്ന് വിചാരിക്കാം. ഈ നമ്പറുകൾ ഒന്നും നിങ്ങൾ എഴുതി നോക്കരുത്. ഈ നമ്പർ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് പറയാം. ഓക്കെ? അതായത് ഇത് എല്ലാ നമ്പറിനും പോസിബിൾ ആണ് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ശരി ഉത്തരം കിട്ടുന്നുണ്ട് നോക്കാം. ഇവിടെ 8 ആണെങ്കിൽ ഈ ടോപ്പിലുള്ള നമ്പർ എത്രയായിരിക്കും എന്നുള്ളത് താഴത്ത് കമന്റ് ചെയ്യുക.